വമ്പൻ ബജറ്റിലെത്തിയ അജിത് കുമാർ ചിത്രമാണ് വിടാമുയർച്ചി. 185 കോടി മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ ചിത്രം എന്നാൽ ആഗോളതലത്തിൽ 136 കോടി മാത്രമാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സിലൂടെ വിടാമുയർച്ചി OTT-യിലെത്തിയിരിക്കുകയാണ്. OTT-യിൽ ചിത്രം വിജയിക്കുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. OTT റിലീസിന്റെ ഭാഗമായി മകിഴ് തിരുമേനി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ പുതിയൊരു ടീസറും പുറത്തുവിട്ടിരുന്നു. റിലീസ് ചെയ്ത വെറും 26 ദിവസങ്ങൾക്ക് ശേഷമാണ് വിടാമുയർച്ചി OTT-യിലെത്തിയത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായാണ് ചിത്രം സ്ട്രീം ചെയ്യുക. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലെത്തിയ സിനിമയാണെങ്കിൽ പോലും പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ഇത്. എന്നാൽ 6 മാസത്തിന് ശേഷം വിഘ്നേഷ് ശിവനെ സിനിമയിൽ നിന്നും മാറ്റുകയായിരുന്നു. പിന്നീടാണ് മകിഴ് തിരുമേനി ചിത്രത്തിലേക്ക് എത്തുന്നത്. അസർബൈജാനിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നത്. അജിത്, അർജുൻ, തൃഷ, റജീന കസാൻഡ്ര എന്നിവരായിരുന്നു സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. അജിത്തിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ വേഷമെന്നൊന്നും പറയാനാകില്ലെങ്കിലും ആക്ഷൻ ഡ്രാമ ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ചിത്രമാണ് വിടാമുയർച്ചി എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതേസമയം അജിത് കുമാറിന്റെ മാസ് സീനുകളും ഡയലോഗുകളും ഒക്കെ നോക്കുമ്പോൾ നിരാശയാവും ഫലമെന്ന് ചിത്രം കണ്ടിറങ്ങിയ ആരാധകരും പറഞ്ഞിരുന്നു. വലിയ ഹൈപ്പിലാണ് വിടാമുയർച്ചി പുറത്തിറങ്ങിയത്. എന്നാൽ വേണ്ട വിജയം തിയേറ്ററുകളിൽ നിന്നും നേടാൻ കഴിയാത്ത സാഹചര്യത്തിൽ OTT-യിൽ ചിത്രം വിജയിക്കുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.